ഞാൻ മണ്ടന്മാരെ ഫോൺ ഇതിന്റെ ഉള്ളിൽ വെക്കണോ? യെസ് ഐ ആം ഗോയിങ് ഫോർ എ റാപ്പലിംഗ്. ആക്ച്വലി എനിക്ക് നല്ല ഹൈറ്റ് ഫിയർ ഉള്ള ഒരു പേടിത്തൂരിയാണ് ഞാൻ, പക്ഷേ ഐ ആം ഗോയിങ് ടു ഡു ദിസ്. സ്കൈ ഡൈവിന് എന്തെങ്കിലും പാക്കേജ് ഇടാണ്ട് ഓക്കെ ഉണ്ടോ? എവിടെ കുറച്ച് ഫണ്ട് കളക്ട് ചെയ്തിട്ട് എവിടെ സേവ് ചെയ്തിട്ട് നൈസായിട്ട് പോവാ. ഇതിലുണ്ടോ കാര്യത്തില്? സുബനുണ്ടല്ലോ. ആർ യു റെഡി ഫോർ ദിസ് അഡ്വഞ്ചർ? ഞങ്ങളിതാ പക്ഷേ സിറാത്ത് പോലെ കിടക്കാനല്ല എളുപ്പമായി. ഇങ്ങനെ വേണം നമ്മൾ ഇറങ്ങാൻ. ആക്ച്വലി എനിക്ക് നല്ല പേടി ഉണ്ടെങ്കിൽ പോലും ഐ ആം സോ ഹാപ്പി ടു ഡു ദിസ്. അന്നമാരെ എനിക്ക് ഇൻഷുറൻസ് ഉണ്ട്. ഇൻഷുറൻസ് ഉണ്ടാ ഒരു രേഖയില്ല ചെന്നോടത്തോ. എനിക്ക് 3 ഇൻഷുറൻസ് ഉണ്ട്. ഫുൾ പൈസ സാധ്യത ഏൽപ്പിക്കണം. പിന്നെ എന്റെ കടം വാങ്ങിയ ടീം എല്ലാം തിരിച്ചു കൊടുക്കണം. ദയവ് ചെയ്ത് പ്ലീസ്. ആർക്ക് പൈസ കട കൊടുത്തോ? एक मिनट आप एक काम करो, मैं जाने का वीडियो करो. वो रिकॉर्ड है. ओके चलो चलो आप ഇത് വല്ല മൂവാൻ പറയും. അവിടൊക്കെ ട്രാഫിക് ബ്ലോക്ക് ആണ്. എവറസ്റ്റിലെ ട്രാഫിക് ബ്ലോക്ക് പോലെയാണ്. पत्थर देख के ये डालो ना. ये एयरफोर्ट में भी ऐसा है, एक छोटा जगह पे नीचे जा रहा है. ओके क्यूटनेस എങ്ങാണ് പ്ലാസ്റ്റിക് ആണെങ്കിലും ഹസ്ബൻഡ് എന്നോട് പറയാനേ ഇങ്ങനത്തെ മാരണം പിടിച്ചിട്ട് ഞാൻ ഇല്ലാതെ മൂപ്പർക്ക് ആ വടിയായാലും കുഴപ്പമില്ല. സുബനുണ്ടല്ലോ. ചെറുതായിട്ട് സൂപ്പറാട്ടോ സംഭവം. സൂപ്പർ. വെറുതെ ഇപ്പൊ പണി പാടി എന്നൊക്കെ പറഞ്ഞു കൊടുത്തുന്നോണേ ഇപ്പൊ അല്ലെ. അനീസ് എങ്ങനെ ഉണ്ട്? ഞാനിന്ന് അവിടെ ബെൽറ്റ് ഒക്കെ ഇട്ട് നിൽക്കുകയാണ്. അങ്ങോട്ട് എങ്ങോട്ട് ഇറങ്ങണ അറിയോ? കൊക്കയാണ് കൊക്ക. റിനേഷ് പക്ഷെ തീരെ പേടിയില്ല. ഇവിടുന്ന് ബാക്കിൽ വീഡിയോ എടുത്തരാ. പേടിയുണ്ടോ? അതെ കണ്ട് നമ്മളിത് എങ്ങോട്ടാണ് ഇറങ്ങണേന്ന് നിങ്ങൾ നോക്കി നോക്കിയല്ല. നമ്മളെ ടീം അവിടെ എന്താ ടീം അവിടെ ചക്കായിക്കണേ. എന്താ കുഴപ്പം? എന്തോ കംപ്ലൈന്റ് ആയിക്കണു. ആരുടെ എന്തോ ഒരു പ്രശ്നം പറ്റിയതാണ്. നമ്മളിതാണ് ഇതിന്റെ ആ ടോപ്പിൽ അതാ അവിടെ നിന്നാണ് നമ്മളിങ്ങോട്ട് ഇറങ്ങുന്നത്. ആക്ച്വലി എനിക്ക് ഈ പണ്ടൊന്നും ഈ ഹൈറ്റ് ഫിയർ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ അടുത്തുള്ളതുകൊണ്ടാണ് ഞാൻ ഇതിന് വന്നത്, അത് ഓവർകം ചെയ്യാൻ വേണ്ടി. പക്ഷേ ഇപ്പം എനിക്ക് നല്ല ഓക്കെയാണ്. കാരണം ഞാൻ ബബിയുടെ വീടിൻ്റെ ടെറസിലേക്ക് മറ്റേ മരത്തിൻ്റെ കൂടിയുമ്പോൾ കൂടെ കുറേ പ്രാവശ്യം പോയിരുന്നു. കഴുങ്ങിൻ്റെ അലകിടൂലേ അതിമ്പോൾ കൂടെ ഇത് പേടി മാറാൻ വേണ്ടി കുറേ പ്രാവശ്യം കയറി ഇറങ്ങി ചെയ്തിരുന്നു. പക്ഷെ അതുകൊണ്ടാണ് തോന്നുന്നു ഇപ്പം എനിക്ക് നിൽക്കുമ്പോൾ വലിയ പ്രശ്നം തോന്നുന്നില്ല. എനിക്കങ്ങനെ വലിയ പേടിയൊന്നുമില്ല. ചുമ്മാ പേടി ഉണ്ടാക്കുന്ന സംഭവങ്ങൾ ഇവിടെ നടക്കുന്നത്. പേടിയില്ലാതെ അത് ഞാൻ എന്താണ് ഇതിന്റെ പുറത്ത് എപ്പോഴും കയറി. അത് ബബിയുടെ എന്റെ ഫ്രണ്ടിന്റെ വീടിന്റെ വാർപ്പ് നടക്കാണ്. അപ്പൊ ഞാൻ എന്താക്കി അതിന് മേലേക്ക് ഇത് ഇടൂലടാ. ആൾക്കാർക്ക് സിമെന്റ് കൊണ്ടാൻ വേണ്ടി ടൈമും കൂടെ കയറും കവുങ്ങിന്റെ തെമ്മ കൂടെ എന്റെ ഹൈറ്റ് ഫിയർ പോകാൻ വേണ്ടി പമ്പൻ ട്രെയിനിങ് എഴുതാൻ. പക്ഷെ പേടിച്ച് തൂരി അവിടെ നിൽക്കുന്നത്. ഞങ്ങളെ ഒരേ ഒരു റപ്പാണ്. കല്യാണം കൂടി കഴിഞ്ഞില്ല കുട്ടിയുടെ പാവം. ലൈഫ് വേസ്റ്റഡ്. ആരെയാ ഈ ക്ലാസ് നോക്കിക്കോ. ഇവിടെ നമുക്ക് ഇനി റാപ്പലിംഗ് ആണ്. റാപ്പലിംഗ് ഇതിന്റെ റാപ്പലിംഗ് ഇതാ നമ്മളുടെ ടീം. നമ്മളുടെ സുബു ചേട്ടൻ അതാ പോകുന്നു. എടുത്തക അപ്പ എടുക്കുന്നുണ്ട്. ചെക്ക എടുക്കുന്നുണ്ട്. നമ്മളെ ഇപ്പൊ ഒരു ഹാഫ് ഡിസ്റ്റൻസ് നമ്മളിങ്ങനെ ഇറങ്ങി വന്നു. ഇനിയാണ് റാപ്പലിംഗ്. ഞാൻ അതിന് സെറ്റാണ് സാർ.
ദൂരെ ദൂരെ बॉडी बैक लो बॉडी वेट पीछे रखो ना भैया पीछे नहीं जा रहे भाई प्रैक्टिस नहीं है उसको या ये साया ना और प्रैक्टिस नहीं भैया ये पहली बार कर रहा है फोटो मेरा भी वीडियो निकल करेगा हाँ പോയിക്കോ സ്റ്റൈലായി കളിക്ക് പണ്ടിക്കോട്ട് ഇവിടെ നോക്കി കിടക്ക് നമ്മളെ അതാണ് അടിപൊളിയല്ലേ സിമ്പിളാ എടുക്കുന്നുണ്ട് ചാടലൊക്കെ തുടങ്ങി നല്ലതാ പട്ടാളത്തിലെടുത്ത് വരെ മിലിറ്ററിയില് കാർഗിൽ യുദ്ധത്തിനടുത്തത് ഐഡിയ കിട്ടി ഇത് നമ്മള് ഒരു പ്രശ്നമില്ല പോലെ കൺട്രോൾ മനസ്സിലായി പോയിക്കൂടാണ്ട് हाँ जाओ मैं कर रहा हूँ എന്തൊരു കൂളായിട്ടാ പോണേ സാദർ ട്രക്കും KG-യിലും ചെയ്ത് ചേച്ചിക്ക് എന്ത് AMക്ക് ചേച്ചിക്ക് ഇതാ പ്രൊഫൈൽ പിക്ചർ ആക്കാൻ ഇങ്ങോട്ട് നോക്കിയേ ഒന്നും കൂടെ നോക്കിയേ പ്രശ്നം ചേച്ചി പ്രൊഫൈൽ പിക്ചർ ബോഡി പീച്ചേക്ക് വെയിറ്റ് താഴത്തേക്ക് വെയിറ്റ് ആ ചേച്ചിക്ക് എങ്ങനെ കംഫർട്ട് അങ്ങനെ ഇറങ്ങിക്കോ ഇത്ര വലിയ മലയിൽ നിന്നാണ് നമ്മൾ ഇറങ്ങുന്നത് നമ്മുടെ ടീം ഇതാ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു പ്രശ്നം ചേച്ചി ഇതാ ഇറങ്ങി ചേച്ചി എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് ചേച്ചി ചെയ്തു എത്ര ഉയരത്തുനിന്നാണ് നമ്മൾ ചെയ്യുന്നത് നോട്ട് എ സ്മോൾ ഡിസ്റ്റൻസ് അൻഷ നാളെ തന്നെ രാജിക്കത്ത് എനിക്ക് വരുന്നത് തോന്നുന്നു ഒരു പെന്ന് പേപ്പർ ബോഡി വെയിറ്റ് ബാക്ക് കാക്കാം ഇങ്ങനെ കിടന്നോ എടുക്കണ്ടേ ഫോട്ടോ പോയിക്കോ വീഡിയോ ഞാൻ പറഞ്ഞു യോ ചെയ്യണോ നോക്കിയോ ആ സാവിത്ത് പുളിവാരി പോണ് പുളിങ്കുരു വാരി അറിയാത്ത ഇൻഷയും മറാഠി മാത്രം അറിയുന്ന ഏകനാഥ് ജിയും കൂടിയുള്ള ഒരു സന്ധി സംഭാഷണമാണ് അൻഷ ഇൻഷുറൻസ് എടുക്കാതെ അത്ര അല്ല അൻഷന്റെ മറ്റേ സാധനം മാറ്റി അയാള് അൻഷ രണ്ടടി സെപ്പറേറ്റ് വെച്ചോ നിങ്ങൾ എന്നിട്ട് ചാടിയാണ് പോയിക്കോ അങ്ങനെ ഇറങ്ങാൻ പോകുന്നു പേടിയില്ലാന്ന് അൻഷ പറയും കാലിന്റെ പുറത്ത് കൂടാ നല്ല കാലല്ല ഡിസ്റ്റൻസ് ചാടി പോയിക്കൂടെ एक मिनट भैया ബാക്ക് ആ പോട്ടെ ഞങ്ങൾ EBC അവസ്ഥ മേലെ കയറാളാ തണുപ്പത്ത് ചാടിക്കൂടി വിട്ടുകൂടാ ചാടിപ്പോ ചാടി നമ്മുടെ ജിഞ്ചിനാക്കടി അങ്ങനെ തന്നെ ധനിച്ചതൊക്കെ അമ്പത്തിനാൾക്ക് ചിത്രം കാല് ഡിസ്റ്റൻസിലൊക്കെ രണ്ട് കാലം അപ്പുറത്ത് ചവിട്ടി പോവാ ചടാതെ ബോഡി വെയിറ്റ് ബാക്ക് കൈ കുറച്ച് ബാക്ക് പോയിക്കോട്ടെ അനുഷ്ഠ പോണേ അനുഷ്ഠ എന്നെ വീഡിയോ എടുക്കണം അയച്ചുട്ടി അടുത്ത ആള് നമ്മളുടെ പോകാനിരിക്കുന്നു നമ്മുടെ ലുക്കോ ഷോമാൻ നമ്മുടെ ഷോമാൻ അല്ലല്ലേ എത്തി കൊച്ചി എത്തി കൈവിട്ടാ പുറം പോയാലും അൻഷ ഇറങ്ങി നമ്മൾ ഒരുവിധം കഴിയുമ്പോ ഞാനും അനീസും മാത്രമുള്ളത് വീഡിയോ എടുക്കാനുള്ള എല്ലാരും ഇറങ്ങി അഞ്ചതായ പോയിട്ട് ചീർന്നുണ്ട് ഞാൻ ഇന്നില്ലാന്ന് പറയുന്നു. ഓക്കെ, അപ്പം നമ്മൾ റോപ്പലിംഗ് ആയിട്ട് പോകാൻ പോകുന്നത് എന്തിപ്പോ ഇങ്ങനെ അപ്പം പോട്ടെ ആദ്യം നമ്മൾ ലുക്കുമാന് പോവുകയാണ്. ചൂളാട്ടിയുടെ അഭിമാനവും ചൂളാട്ടിപ്പാറയുടെ അഭിമാനവും മുझे चाहिए പോയി ആ നട്ടോ. അപ്പൊ ഇന്റെ വീഡിയോ എടുക്കോ, ഇയാൾ എടുക്കോ? ഏകനാഥ്ജിനോട് പറയാം വീഡിയോ എടുക്കാൻ.
രണ്ട് കാല് തമ്മിൽ നല്ല ഡിസ്റ്റൻസ് ഇട്. ആ രണ്ട് ആ തന്നെ. ഓടി. കൈ ബാക്ക് കൈ വയറ്റിന്റെ ബാക്ക് അങ്ങനെ. യെസ് ഇതാ പോകുന്നേ ലഘുമാൻ. ഇസ്കമില്ല അപ്പൊ മനസ്സിലായി ട്രക്കിങ്ങിന് പ്രൊഫൈൽ പിക്ചർ ആക്കണം എല്ലാവരും. കൈ എപ്പോഴും ബാക്ക് ചന്ദ്ര ബാക്ക് കൈ വയറിന്റെ ബാക്ക് കൈ പോട്ടെ. ചാടി ഇറങ്ങി പോയിക്കളാ. ആ ചെക്കൻ ചാടി മാറി റിനോ ചാടി മാറി. ആ രണ്ട് കാലം തമ്മിൽ ഇങ്ങനെ ഡിസ്റ്റൻസ് വെക്കണം. യെസ് പോകുന്നുണ്ട്. അങ്ങനെ ലുക്കുമാരും ആ മരണക്കയത്തിൽ താഴത്തെത്തി. ഇനി അടുത്തതായി നമ്മുടെ അനീസ്. हाँ ओके अब फोन बाद में आपको बैग है? नहीं हाँ नहीं हमारा कोई नहीं है. मैं एक बार को दे दूँ. और कितने लोग हैं आपले? तीन. ओके ना? सो जाओ. Yes अब ഇറങ്ങിക്കോ. हाँ അങ്ങനെ അനീസ് ചുള്ളാട്ടിപ്പാറയുടെ അഭിമാനമായ അനീസ് ഇതാ പോകുന്നു. I'm coming. हाँ you can go no problem. Yes स्टार्ट हो गया. डालो थोड़ा राइट साइड आओ. राइट साइड जाओ. हाँ जाओ राइट साइड. एक मिनट. हाँ ओके हाँ अभी सीधा जाना है. हाँ पैर सीधे करो, पैर बैंड करो. बॉडी पीछे रखना है. ओके ठीक है. थोड़ा राइट साइड आओ. राइट साइड कौन सा? ये हाँ. इस साइड आओ थोड़ा. इस साइड. हाँ बस ओके. हाँ करेगा मैं ट्राई. हाँ सोड नाही बकेट सोडले टाके. नाही आता सोडा किती आता वर किती राहिले? तर माझ्या 8 राहिले. 8 का? आणि मग एवढंच आहे तुला तिथं. फिक्स केली का साईडला कुठं? मटनला? नाही का जावं लागेल तिकडे. या इकडे चला. चलो 8 न हे बिल लाईन कुठली? 3 राहिले. बिल लाईन कुठली? घेतो म्हटलं रे. आजा वही करेगा टाइट तू. പോരാ മേലെ നോക്കിക്കോ കിലോ. അത് നടക്കലല്ല. നമ്മുടെ നാട്ടില് ഊരാന്ന് വെച്ച് പറയാ കണ്ണൂര് ചന്തി ഊരാന്ന് ചന്തിയാണ്. ആർട്ടിഫിഷ്യലി സൈക്കോളജിക്കലി ആൻഡ് സയന്റിഫിക്കലി ഇതാണ് ഊര. ഇതിന് ചന്തി ഇത്ര സ്പീഡാ ഇപ്പൊ പഠിച്ചിട്ടല്ലേ മുകളിൽ നോക്കിട്ടെ. ആ സ്റ്റാർട്ടിങ് പേടി മണ്ണാങ്കട്ട ഗുരുവായൂർ ഉപ്പുപ്പാത വിളിച്ചേ ഇറങ്ങുമ്പോ.